നമ്മൾ ഇന്ന് ബാക്ടീരിയോളജി പോർഷൻ സ്റ്റാർട്ട് ചെയ്യാണ്, മൈക്രോബയോളജി പോർഷൻ. ഓക്കെ, മൊഡ്യൂൾ 2 ആണ്, ഇൻട്രൊഡക്ഷൻ ടു ബാക്ടീരിയോളജി ആണ്. അപ്പോൾ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതാ വിജയചരിത്രം ആവർത്തിക്കുവാനായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം ഫുൾ സിലബസ് ബേസ്ഡ് മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവ അടങ്ങിയ ഈ ഒരു ഫുൾ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇപ്പോൾ ഡിഫറെന്റ് ഷേപ്സ് ഓഫ് ബാക്ടീരിയ ആണ് നെക്സ്റ്റ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് റോഡ് ഷേപ്ഡ്. റോഡ് ഷേപ്പില് ബാസിലസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ ഡിഫറെന്റ് ഷേപ്പ്. ഇത് എക്സാംസിന് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കാണുന്നുണ്ട്, ഏത് ഷേപ്പ് ആണ്, ഏത് ഷേപ്പ് ബാസിലസ് ഏത് ഷേപ്പാണ്, അല്ലെങ്കിൽ റോഡ് ഷേപ്ഡ് ബാക്ടീരിയക്ക് പറയുന്ന പേരെന്താണ്, എന്നിട്ട് ഓപ്ഷൻസ് എന്തെങ്കിലും ബാസിലസ്, കോക്കസ് ഇങ്ങനെ കൊടുക്കും. അപ്പൊ ഇത് എന്ത് ചെയ്യാതെ നിങ്ങൾ നല്ലോണം പഠിക്കുക. റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയക്ക് നമ്മൾ പറയുന്നത് ബാസിലസ് എന്നാണ്. സ്ഫിയർ ഷേപ്ഡ് എന്ന് പറയുന്നത് കോക്കസ് എന്നാണ്. സ്പൈറൽ ഷേപ്ഡിന് സ്പൈറില്ല. അപ്പൊ ഇത് രണ്ടും മാറിപ്പോരുത്. സ്പൈറൽ ഷേപ്ഡ് ആൻഡ് ഫ്ലെക്ഷ്യസ് സ്പൈറൽ ഫോംസ്, ഇത് രണ്ടും എന്ത് ചെയ്യും, കൺഫ്യൂസ് ചെയ്യാൻ നിങ്ങളെ സാധ്യതയുണ്ട്. സ്പൈറില്ലം എന്ന് പറയുന്നത് സിംപ്ലി സ്പൈറൽ ഷേപ്ഡ് മാത്രമാണ്. അതേസമയം ഫ്ലെക്ഷ്യസ് സ്പൈറൽ ഫോംസ് അല്ലെങ്കിൽ ഫ്ലെക്ഷ്യസ് സ്പൈറൽ ഷേപ്ഡ് എന്നാണ് ക്വസ്റ്റ്യനിൽ കാണുന്നതെങ്കിൽ അവിടെ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് സ്പൈറോകേറ്റ്സ് ആണ്. ഓക്കെ, പിന്നെ കോമ ഷേപ്ഡ് ബാക്ടീരിയ ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് വിബ്രിയോസ്. വിബ്രിയോ കോളറാന്നൊക്കെ കേട്ടില്ല, അപ്പൊ അത് കോമ ഷേപ്ഡ് ആണ്. നെക്സ്റ്റ് ഷേപ്സ് പോലെ തന്നെ വരുന്നതാണ് ബ്രാഞ്ചിങ് ആയിട്ട് ഫിലമെന്റസ് ആയിട്ട് വരുന്ന ബാക്ടീരിയ നമ്മൾ ആക്ടിനോമൈസെറ്റ്സ് എന്ന് വിളിക്കും. അപ്പം ഇത് ആക്ടിനോമൈസെറ്റ്സ് അതിനെ വിളിക്കാനുള്ള കാര്യം ഒരു റേഡിയേറ്റിംഗ് സൺസ് റേസ് ഓഫ് സൺസുമായിട്ട് റിസംബ്ലൻസ് ഈ ആക്ടിനോമൈസെറ്റ്സിനുണ്ട്. അതായത് സണ്ണിന്റെ റേഡിയേഷനുമായിട്ട്, നമ്മുടെ സണ്ണിന്ന് വരുന്ന റേസ് ഉണ്ടല്ലോ, റേഡിയേറ്റിംഗ് റേസ്, അതുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിസംബ്ലൻസ് ഈ ആക്ടിനോമൈസെറ്റ്സിന് ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ ആക്ടിനോമൈസെറ്റ്സ് എന്ന് വിളിക്കുന്നത്. കാരണം ഈ ആക്ടിസിന്റെ മീനിങ് റേ എന്നും മൈസെറ്റ്സിന്റെ മീനിങ് ഫംഗസ് ആണ്. അപ്പോൾ ആക്ടിനോമൈസെറ്റ്സ് എന്ന് പറഞ്ഞാൽ റേ ഫംഗി അല്ലെങ്കിൽ റേഡിയേറ്റിംഗ് റേസ് ഓഫ് സൺസുമായിട്ട് റിസംബ്ലൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ആക്ടിനോമൈസെറ്റ്സിനെ അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ബ്രാഞ്ചിങ് ഫിലമെന്റസ് ബാക്ടീരിയ എന്ന് പറയാനായിട്ട് വരും. നെക്സ്റ്റ് സെൽ വാൾ ഡെഫിഷ്യന്റ് ബാക്ടീരിയ, അതായത് സെൽ വാൾ ഇല്ലാത്ത റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ഒരു ഇന്റർലേസിംഗ് ഫിലമെന്റ്സ് പോലെ കാണുന്ന ബാക്ടീരിയയിലെ സെൽ വാൾ ഡെഫിഷ്യന്റ് ബാക്ടീരിയ നമ്മൾ വിളിക്കുന്നത് മൈക്കോപ്ലാസ്മ എന്നാണ്. അവർക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള മോർഫോളജി ഇല്ല. അതായത് ബാക്ടീരിയക്ക് നമുക്കറിയാം അവിടെ സെൽ വാൾ, സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിന്, പ്രോട്ടോപ്ലാസ്റ്റ്, ഇങ്ങനെ പ്രോട്ടോപ്ലാസ്മ, ഓർഗനലസ്, ഉള്ളിൽ ഇത്രയും കാര്യങ്ങൾ എന്തുണ്ട്, ബാക്ടീരിയക്ക് ഓർഗനലസ് ഇല്ല, ഉള്ളിൽ എന്താണ് സെല്ലുലർ കണ്ടന്റ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തുണ്ട്, ബാക്ടീരിയക്ക് ഉണ്ട്. അതേസമയം മൈക്കോപ്ലാസ്മയിൽ വരുമ്പോൾ ആ ഒരു സെൽ വാൾ ഇല്ല. അപ്പൊ അതിനൊരു സ്റ്റേബിൾ മോർഫോളജി ഇല്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഈ ആക്ടിനോമൈസെറ്റ്സും മൈക്കോപ്ലാസ്മയും ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, എക്സാംസിന് ചോദിച്ചു കാണുന്നുണ്ട്. സെൽ വാൾ ഡെഫിഷ്യന്റ് ബാക്ടീരിയ ഏതാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ 2015 ചോദിച്ചിട്ടുണ്ട്. മൈക്കോപ്ലാസ്മ. ഇപ്പോൾ എന്താണ്, ഈ മൈക്കോപ്ലാസ്മേനെ മൊളിക്യൂൾസ് എന്ന് പറഞ്ഞുള്ള വേറൊരു ഡിവിഷനിലാണ് ചേർത്തിട്ടുള്ളത് മൈക്കോപ്ലാസ്മേനെ. ഇപ്പൊ ഷേപ്സിൽ കോക്കസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞല്ലേ ഒരു ഡിവിഷൻ കൂടിയുണ്ട്, ബാക്ടീരിയ വിത്ത് ചൈനീസ് ലെറ്റർ പാറ്റേൺ അറേഞ്ച്മെന്റ്. ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഷേപ്പിൽ വരുമ്പോൾ ചൈനീസ് ലെറ്റർ പാറ്റേൺ അറേഞ്ച്മെന്റിൽ ബാക്ടീരിയ കാണുമ്പോൾ ആ ഒരു ബാക്ടീരിയ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയനെ നമ്മൾ കൊറിനി ബാക്ടീരിയം എന്നാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ചോദിച്ചതാണ്. ചൈനീസ് ലെറ്റർ പാറ്റേൺ അറേഞ്ച്മെന്റിൽ വരുന്ന ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ഈസ് കോൾഡ് കൊറിനി ബാക്ടീരിയം. ഈ ബാക്ടീരിയയുടെ സെൽസ് എന്താ, എയർ, വാട്ടർ കറന്റ്സ് ഇതൊക്കെ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ഇതിനെ നമുക്ക് സർഫസ് ഓഫ് ക്ലോത്തിങ്സ്, ഒബ്ജക്ട്, ഹാൻഡ്സ്, ഇവിടെ ഒക്കെ എന്ത് ചെയ്യാൻ കാണാനായിട്ട് പറ്റും. പിന്നെ ശ്രദ്ധിക്കരുത്, ബാക്ടീരിയോളജിയുടെ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് യൂസ്ഡ് ഇൻ ബാക്ടീരിയോളജി ഈസ് മൈക്രോൺസ്. ബാക്ടീരിയോളജിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ് ബാക്ടീരിയയുടെ സൈസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ മൈക്രോൺസ് അല്ലെങ്കിൽ മൈക്രോമീറ്റർ എന്ന് പറയും. അപ്പോ
മെഡിക്കൽ ഇമ്പോർട്ടൻസിൽ നമുക്കുള്ള ബാക്ടീരിയാസ് എല്ലാം ഏകദേശം 0.2 to 1.5 മൈക്രോമീറ്ററിനകത്ത് ആ ഒരു ഡയമെൻഷനിലായിരിക്കും വരുന്നത് ഡയമീറ്റർ ആൻഡ് 3 to 5 മൈക്രോമീറ്റർ ഇൻ ലെങ്ത്. അപ്പൊ ആ ഒരു ഡയമെൻഷൻ പഠിച്ചു വയ്ക്കുക. ഡയമീറ്റർ 0.2 to 1.5 ഡയമീറ്റർ ആയിരിക്കും, ലെങ്ത് ഏകദേശം 3 to 5 മൈക്രോമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇത് മെഡിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്ടീരിയ ജനറൽ ആയിട്ടുള്ള ക്യാരക്ടർ ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ഷേപ്സിൽ നമ്മൾ കോക്കസ് പറഞ്ഞു, റോഡ് അല്ലെങ്കിൽ ബാസിലസ്, പിന്നെ കേർവ്ഡ് ഫോംസ് രണ്ടെണ്ണം പറഞ്ഞു, സ്പൈറലം ആൻഡ് ഫ്ലെക്ഷ്യസ് സ്പൈറൽ ഫോംസ്, സ്പൈറോകീറ്റ്സ്. അപ്പോ ഈ രണ്ടാമത് കാണുന്നതാണ് എന്താ സ്പൈറോകീറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിപ്ലോകോക്കി. ഡിപ്ലോകോക്കി കോക്കസിന്റെ ഡിവിഷൻസ് ആണ്, അത് നമ്മൾ പറയും. നെസീറിയ കോഫി ബീൻ ഷേപ്പിൽ പെയേഴ്സ്. അപ്പൊ ഈ ഒരു എന്താ ഈ പിക്ചറിൽ കാണുന്നതും കൂടി നിങ്ങൾ ഒന്ന് നോക്കുക. കോക്കോ ബാക്കിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷേപ്പ് കൂടി ഉണ്ട്. ഇത് കോക്കസും റോഡ് ഷേപ്പും കൂടി രണ്ടും കൂടെ മിക്സപ്പ് ആയിട്ടുള്ളത്. അതേപോലെ വിബ്രിയോസ് നമ്മൾ പറഞ്ഞു, എന്താ കേർവ്ഡ് അല്ലെങ്കിൽ കോമ ഷേപ്ഡ്. ടെട്രാഡ്സ് ഗ്രൂപ്പ് ഓഫ് 4 ബാക്ടീരിയ ആണെങ്കിൽ നമ്മൾ ടെട്രാഡ്സ് എന്ന് പറയും. സാസിനി എന്ന് പറയുന്നത് കോക്കി ഇൻ പാക്കറ്റ്സ് ഓഫ് 8, 16, 32 ഈ ഒരു ഇതിൽ പോകുന്നതാണ് സാർസിനി എന്ന് പറയുന്നത്. ആൻഡ് മൈക്കോ ബാക്ടീരിയ ഉണ്ട്. നെക്സ്റ്റ് കോറിനോ ബാക്ടീരിയ പാഡിസൈഡ്സ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഒരു ചൈനീസ് ലെറ്റർ അറേഞ്ച്മെന്റ് എന്നാണ് കോറിനോ ബാക്ടീരിയ. സ്പൈറില്ല. സ്ട്രെപ്റ്റോകോക്കെ ഇൻ ചെയിൻസ് ആയിട്ട് വരുന്നത് സ്ട്രെപ്റ്റോകോക്കെ ആണ്. മൈക്രോകോക്കി ആൻഡ് സ്റ്റാഫിലോകോക്കി ഇത് രണ്ടും വേരിയസ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഇറഗുലർ ക്ലസ്റ്റേഴ്സ് ആയിട്ട് വരുന്നതാണ് മൈക്രോകോക്കി ആൻഡ് സ്റ്റാഫിലോകോക്കി. സ്പോർ ഫോമിംഗ് റോഡ്സ്, അതായത് റോഡ്സ് ബാക്ടീരിയയിൽ സ്പോർ ഫോമിംഗ് ആയിട്ടുള്ള ബാക്ടീരിയയാണ് സ്പോർ ഫോമിംഗ് റോഡ്സ് എന്ന് പറയുന്നത്. സ്ട്രെപ്റ്റോമൈസെറ്റ്സ് അതും ഒരു ബാക്ടീരിയ, അതായത് മോൾഡ് ലൈക്ക് ഫിലമെന്റസ് ബാക്ടീരിയ. സ്ട്രെപ്റ്റോമൈസസ് മോൾഡ് ലൈക്ക് ഫിലമെന്റസ് ബാക്ടീരിയ ആണ് സ്ട്രെപ്റ്റോമൈസെറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്പൈറോക്കീറ്റ്സ്. ഇത്രയുമാണ് ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുന്നത്. ഇനി കോക്കെ നമ്മൾ പറഞ്ഞു, ഡിപ്ലോകോക്കെ ഉണ്ട്, സ്ട്രെപ്റ്റോകോക്കെ ഉണ്ട്. ഗ്രൂപ്പ് ഓഫ് 4, ഗ്രൂപ്പ് ഓഫ് 8, 16, 32. അപ്പം ഇത് അതുപോലെ പഠിക്കുക. ഡിപ്ലോകോക്കി എന്താ പെയേഴ്സ് ആയിട്ട് വരുന്നതാണ്. സ്ട്രെപ്റ്റോകോക്കി ചെയിൻസ് ആയിട്ട് ബാക്ടീരിയ തന്നെ ഒരു സെല്ലുലാർ, അതായത് ഡിഫറെന്റ് ബാക്ടീരിയൽ സെൽസ് എല്ലാം കൂടെ എന്ത് ചെയ്യും കോളനി പോലെ അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ആയിട്ട് വരും. ഒരു ബാക്ടീരിയ ഒറ്റയ്ക്കായിരിക്കില്ലോ കാണുന്നത്, വേരിയസ് ഗ്രൂപ്പ്സിലായിരിക്കും കാണുന്നത്. അപ്പോൾ കോക്കസിന്റെ രണ്ട് കോക്കസ് ഒരുമിച്ചിരിക്കുന്നതിനാണ് ഡിപ്ലോകോക്കി എന്ന് പറയുന്നത്. സ്ട്രെപ്റ്റോകോക്കി ചെയിൻസ് ആയിട്ട് കുറെ കോക്കസ് ഇങ്ങനെ ചെയിൻ പോലെ വരുന്നതിനെയാണ് സ്ട്രെപ്റ്റോകോക്കി എന്ന് പറയുന്നത്. അതേസമയം 4 കോക്കസ് ബാക്ടീരിയാസ് എന്ത് ചെയ്യും അടുത്തടുത്ത് അങ്ങനെ വരുന്നതിനാണ് ടെട്രാഡ്സ് എന്ന് പറയുന്നത്. 8, 16, 32 ഇതിൽ 3 അങ്ങനെ ഗ്രൂപ്പായിട്ട് കാണുന്നതിനാണ് നമ്മൾ സാർസിനെ എന്ന് പറയുന്നത്. ആൻഡ് ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്റർ. ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതാ വിജയചരിത്രം ആവർത്തിക്കുവാനായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം ഫുൾ സിലബസ് ബേസ്ഡ് മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ ഒരു ഫുൾ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ മുന്തിരിക്കുല പോലെ ബാക്ടീരിയാസ് ക്ലസ്റ്റർ ചെയ്യുന്നതിനെ ആണ് നമ്മൾ സ്റ്റാഫിലോകോക്കെ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആണ് ഗ്രൂപ്പിംഗ് ആൻഡ് ഡിഫറെന്റ് ഷേപ്സ്. ഇപ്പൊ കോക്കസിൽ നമ്മൾ പറഞ്ഞു ഡിപ്ലോകോക്കെ, സ്ട്രെപ്റ്റോകോക്കെ ആസ് ചെയിൻസ്, ടെട്രാഡ്സ് അല്ലെങ്കിൽ സാർസിനെ 4, 8 എന്നിങ്ങനെയാണ്. ഇപ്പൊ സാർസിനെ നമ്മൾ ഏറ്റവും ഫസ്റ്റ് 8 എന്നാണ് പറയുന്നത്, അതിനുശേഷമാണ് 16, 32. 8 എന്നാണ് 8 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം സാർസിനെ എന്ന് പറയാനായിട്ട് പറ്റും. സ്റ്റാഫിലോകോക്കിയാസ് ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ മുന്തിരിക്കൊല പോലെ കാണുന്നതിനെയാണ് സ്റ്റാഫിലോകോക്കി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗ്രാം സ്റ്റെയിൻസും നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ്. കാര്യം ഗ്രാം സ്റ്റെയിൻസിലെ ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് 2 ഡിവിഷൻ വന്നത് ഈ ഒരു സ്റ്റെയിനിങ് ടെക്നിക്ക് വന്നതിന് ശേഷമാണ്. ഈ ഒരു ഗ്രാം സ്റ്റെയിനിങ് ചെയ്യുമ്പോൾ ബാക്ടീരിയയില്
പർപ്പിൾ ആണ് ആ ഒരു ബാക്ടീരിയ സ്റ്റെയിൻ കളർ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റുന്നതെങ്കിൽ ആ ഒരു ബാക്ടീരിയ നമ്മൾ ഗ്രാം പോസിറ്റീവ് എന്നും, അതേസമയം നമ്മൾ ഈ ഗ്രാം സ്റ്റെയിനിങ് ടെക്നിക്ക് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ആ ഒരു കളർ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന കളർ എന്ന് പറയുന്നത് പിങ്ക് ആണ് എന്നുണ്ടെങ്കിൽ ആ ബാക്ടീരിയ എന്താണ് ഗ്രാം നെഗറ്റീവ് എന്നും പറയും. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഈ ഗ്രാം സ്റ്റെയിനിങ് ടെക്നിക്ക് ബാക്ടീരിയൽ ഡിസീസിന്റെ ഒക്കെ ട്രീറ്റ്മെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയ പെൻസിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആന്റിബയോട്ടിക്കുമായിട്ട് എന്ത് ചെയ്യും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഗ്രാം നെഗറ്റീവ് പെൻസിലിൻ അല്ലാത്ത, അതായത് പെൻസിലിനുമായിട്ട് അൺറിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ആന്റിബയോട്ടിക്സുമായിട്ടാണ് കൂടുതലും റെസ്പോണ്ട് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഗ്രാം സ്റ്റെയിൻ പ്രോസസ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ക്രിസ്റ്റൽ വയലറ്റ് ഡൈ ഫസ്റ്റ് നമ്മൾ ഇടും, പർപ്പിൾ കളർ ക്രിസ്റ്റൽ വയലറ്റ് ഡൈ ആദ്യം നമ്മൾ എന്ത് ചെയ്യും ബാക്ടീരിയയിലോട്ട് കൊടുക്കും. അതിനുശേഷം അയഡിൻ കൊടുത്തതിന് ശേഷം നമ്മളൊരു ആൽക്കഹോൾ കൊടുക്കും. അതിനുശേഷം കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് സാഫ്രണിൻ കൊടുക്കും. ഇതാണ് ജനറൽ ആയിട്ടുള്ള ഗ്രാം സ്റ്റെയിനിങ് പ്രോസസ്സിൽ വരുന്നത്. ഗ്രാം സ്റ്റെയിൻ നമ്മളൊരു ഫിക്സേഷൻ കൂടെ അല്ലെങ്കിൽ ഫിക്സറും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യും സെൽസിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈക്ക് ഈ പെട്രോളിയം ജെല്ലി അങ്ങനെയുള്ള ഫിക്സേഷൻ കൂടെ നമ്മൾ എന്ത് ചെയ്യും ഗ്രാം സ്റ്റെയിൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൈമറി സ്റ്റെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രിസ്റ്റൽ വയലറ്റ് ആണ്. അപ്പൊ അയഡിൻ ഈസ് എ മോർഡന്റ്, അല്ലെങ്കിൽ ആ ഒരു ഡൈയെ ഫിക്സ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് അയഡിനുള്ളത്. അതിനുശേഷം ഡീകളറൈസിങ് ഫംഗ്ഷൻ ആണ്, ഡീകളറൈസിങ് ഏജന്റ് ആണ് ആൽക്കഹോൾ അല്ലെങ്കിൽ അസറ്റോൺ. നമുക്കൊരു ഡീകളറൈസിങ് ഏജന്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് സാഫ്രണിൻ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോസസ്സിൽ ഗ്രാം പോസിറ്റീവ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്ന് നോക്കാം. അപ്പോൾ ഫിക്സേഷൻ ഫസ്റ്റ് എന്താണ്, നമ്മൾ ആ ഒരു ബാക്ടീരിയ എടുത്തിട്ട് ക്രിസ്റ്റൽ വയലറ്റ് ആ ഒരു സ്റ്റെയിൻ യൂസ് ചെയ്തിട്ട് സ്റ്റെയിൻ ചെയ്തു. അതിനുശേഷം അയഡിൻ കൊടുത്തു. അയഡിൻ കൊടുത്തപ്പോ എന്താണ് അതൊരു കളർ എന്തായി പർപ്പിൾ ആയിട്ട് മാറി അല്ലെ. അതിനുശേഷം ഡീകളറൈസിങ് ഏജന്റ് ആൽക്കഹോൾ കൊടുത്തപ്പോ ഗ്രാം പോസിറ്റീവിൽ എന്തായി പർപ്പിൾ തന്നെയായി. അതേസമയം ഗ്രാം നെഗറ്റീവിൽ എന്തായി ആ കളർ പോയി. പിന്നീട് കൗണ്ടർ സ്റ്റെയിൻ കൊടുത്തപ്പോ സാഫ്രണിനാണ് നമ്മൾ കൊടുത്തത്. അപ്പൊ ഗ്രാം നെഗറ്റീവില് പിങ്ക് ആയി, ഗ്രാം പോസിറ്റീവിൽ എന്തായി പർപ്പിൾ തന്നെയായി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഗ്രാം നെഗറ്റീവ് ആണോ ഗ്രാം പോസിറ്റീവ് ആണോ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ട ബാക്ടീരിയ ഗ്രാം പോസിറ്റീവ് ആണോ ഗ്രാം നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇങ്ങനെയാണ് ഗ്രാം സ്റ്റെയിനിങ് ടെക്നിക്ക് ജനറൽ ആയിട്ട് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തൊരു സ്ലൈഡ് എടുത്തു, നമ്മളത് ടോപ്പൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ കവർ സ്ലിപ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ബാക്ടീരിയൽ കണ്ടന്റ് എന്തുണ്ട് ഈ സ്ലൈഡിലുണ്ട്. നമ്മൾ പെട്രോളിയം ജെല്ലി ആണ് നമ്മളത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ഇപ്പൊ കവർ സ്ലിപ്പ് നമ്മൾ വെച്ചതിന് ശേഷം ക്രിസ്റ്റൽ വയലറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം വാട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ എക്സ്ട്രാ ഉള്ള ക്രിസ്റ്റൽ വയലറ്റിനെ വാഷ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ അയഡിൻ ആണ് കൊടുത്തത്. ഒരു ഡ്രോപ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ ക്രിസ്റ്റൽ വയലറ്റ് ആണെങ്കിലും അയഡിൻ ആണെങ്കിലും ആൽക്കഹോൾ എന്താണെങ്കിലും കൊടുക്കുന്നത് എന്താണ് ഒരു ഡ്രോപ്പർ യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ആൽക്കഹോൾ ആസ് എ ഡീകളറൈസിങ് ഏജന്റ്, നമ്മൾ ആൽക്കഹോൾ അല്ലെങ്കിൽ അസറ്റോൺ നമ്മൾ എന്ത് ചെയ്തു ഒഴിച്ചു കൊടുത്തു. ശേഷം നമ്മൾ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ സാഫ്രണിൻ ഡൈ ആഡ് ചെയ്ത് കൊടുത്തു. കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു സാഫ്രണിൻ ആഡ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ വാട്ടർ കൊണ്ട് വാഷ് ചെയ്തു. ഫൈനലി നമ്മൾ എന്ത് ചെയ്തു മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ റിസൾട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തു. ഗ്രാം സ്റ്റെയിൻ വെച്ചപ്പോ എന്താ ഗ്രാം പോസിറ്റീവ് ആണോ ഗ്രാം നെഗറ്റീവ് ആണോ വിച്ച് ഈസ് പർപ്പിൾ ഓർ പിങ്ക് ഏത് കളറാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്ത് ചെയ്തു നമ്മൾ ഒബ്സർവ് ചെയ്തു. പർപ്പിൾ ആണെങ്കിൽ ഗ്രാം പോസിറ്റീവ്, പിങ്ക് ആണെങ്കിൽ എന്താണ് ഗ്രാം നെഗറ്റീവ്. അങ്ങനെയാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. ഗ്രാം പോസിറ്റീവ് പർപ്പിൾ ആകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിലപ്പോ ഒരു ക്വസ്റ്റ്യൻ വരാം. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ റെസ്പോണ്ട് ടു ഗ്രാം സ്റ്റെയിൻ അല്ലെങ്കിൽ അപ്പിയേഴ്സ് ആസ് പർപ്പിൾ ആഫ്റ്റർ ഗ്രാം സ്റ്റെയിൻ വൈ എന്നങ്ങനെ ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ എമൗണ്ട് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കാൻ വളരെ ലാർജ് ആയിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് ഉള്ളത് കൊണ്ടാണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയില് ഇങ്ങനെ ഒരു പർപ്പിൾ കളർ ആവുന്നത്. അപ്പോൾ ഈ പെപ്റ്റിഡോഗ്ലൈക്കാൻ എന്താണ് സെൽ വാളിന്റെ മേജർ കോമ്പോസിഷൻ ആണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയില്. അപ്പോൾ പെപ്റ്റിഡോഗ്ലൈക്കാൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഇറ്റ് ഈസ് എ പോളിമർ കൺസിസ്റ്റിംഗ് ഓഫ് ഷുഗേഴ്സ്, അമിനോ ആസിഡ്സ്. ഓക്കെ, ഇതൊക്കെയുള്ള ഒരു മെഷ് ലൈക്ക് സ്ട്രക്ചർ പ്ലാസ്മ മെമ്പറൈൻ അല്ലെങ്കിൽ യു ബാക്ടീരിയയുടെ പ്ലാസ്മ മെമ്പറൈനിൽ മെഷ് ലൈക്ക് ലെയർ
പോലെ കാണുന്ന ഒരു കോമ്പൗണ്ട്, അല്ലെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിനെയാണ്, സെൽ വാളിലെ കോമ്പൗണ്ടിനെയാണ് നമ്മൾ പെപ്റ്റിഡോഗ്ലൈക്കാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു സ്ട്രക്ചർ ഓഫ് സെൽ വാൾ. സെൽ വാളിന്റെ സ്ട്രക്ചർ ആണ്. പെപ്റ്റിഡോഗ്ലൈക്കാൻ ഉണ്ട്, അതേപോലെ കുറച്ച് കോമ്പൗണ്ട്സ്, ടീക്കോയിക് ആസിഡ്, ലിപ്പോടീക്കോയിക് ആസിഡ്. അപ്പം ഇത് സെൽ വാൾ ആണ് ആൻഡ് ദിസ് ഈസ് പ്ലാസ്മ മെംബ്രെയിൻ. ഈ ബിറ്റ്വീൻ ആയിട്ടുള്ള സ്പേസിനെയാണ് നമ്മൾ പെരി പ്ലാസ്മിക് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സെൽ വാളിന്റെ സ്ട്രക്ചർ നമ്മൾ പറയുമ്പോൾ ഇതിനെ പറ്റിയെല്ലാം നമ്മൾ പറയും. നെക്സ്റ്റ് ഗ്രാം നെഗറ്റീവ്. ഗ്രാം നെഗറ്റീവിലേക്ക് വരുമ്പോൾ അത് പിങ്ക് ആയിരുന്നു അല്ലെ? ഗ്രാം സ്റ്റെയിനിങ് ടെക്നിക്കിൽ നമ്മൾ കൗണ്ടർ സ്റ്റെയിൻ കൊടുത്തു കഴിയുമ്പോൾ, ഡീകളറൈസിങ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീകളറൈസ് ആകുമ്പോൾ ഗ്രാം നെഗറ്റീവിൽ ആ കളർ ഫുൾ പോകും. അതിനുശേഷം കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് സാഫ്രനിൽ കൊടുക്കുമ്പോഴാണ് അതൊരു പിങ്ക് കളറായിട്ട് മാറുന്നത്. ഈ പിങ്ക് കളർ വരുന്നത് എന്തുകൊണ്ടാണ്? ഗ്രാം നെഗറ്റീവില് ലിപ്പോപോളിസാക്കറൈഡ് മെംബ്രെയിൻ ഉണ്ട്. അത് ലിപ്പോപോളിസാക്കറൈഡ് മെംബ്രെയിന് ഫസ്റ്റ് ആൽക്കഹോൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് റിമൂവ് ആകും. ഇത് റിമൂവ് ആയതിനു ശേഷം ഒരു തിന്നായിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കാൻ ലെയർ ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ ഒരു പിങ്ക് കളർ കൊടുക്കും. വളരെ ലാർജ് ആയിട്ടുള്ള പിങ്ക് പർപ്പിൾ, അത് വളരെ ലൈറ്റ് ആയിട്ടാണ് നമുക്ക് ആ ഒരു പെപ്റ്റിഡോഗ്ലൈക്കാൻ ഉള്ളത് എങ്കിൽ അതൊരു പിങ്ക്. പിന്നെ ഡാർക്ക് ആയിട്ട് വരുമ്പോഴാണ് അതൊരു പർപ്പിളിലേക്ക് പോകുന്നത്. അപ്പോ ഈ ഡീകളറൈസിങ് സംഭവിക്കുന്നത് ഈ ലിപ്പോപോളിസാക്കറൈഡ് മെംബ്രെയിൻ, അത് ആൽക്കഹോളിന്റെ പ്രസൻസിൽ അത് റിമൂവ് ആവുന്നു. ഡീകളറൈസിങ്ങിന് ശേഷമാണ് കൗണ്ടർ സ്റ്റെയിൻ ആയിട്ടുള്ള സാഫ്രണിൻ യൂസ് ചെയ്യുമ്പോൾ പിങ്ക് കളർ ഡ്യൂ ടു പെപ്റ്റിഡോഗ്ലൈക്കാൻ ലെയർ, അതിന്റെ ഒരു തിൻ ലെയർ ആയിരിക്കും ഗ്രാം നെഗറ്റീവിൽ ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സ് നമ്മൾ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ? ആന്റിബയോട്ടിക്സ് ഇതെങ്ങനെയാണ്? നമ്മളിപ്പോ ബാക്ടീരിയകൾ ഒരു ആന്റിബയോട്ടിക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആന്റിബയോട്ടിക് ആക്ഷൻ എന്ന് പറയുന്നത് സെൽ വാൾ ഫോർമേഷൻ പ്രിവെന്റ് ചെയ്യുമായിരിക്കും. സെൽ വാൾ ഫോം ചെയ്യുന്നത് ഒന്നുകിൽ പ്രിവെന്റ് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ ഈ സെൽ മെംബ്രെയിൻ ബ്രേക്ക് ചെയ്യുക. ഇപ്പൊ ഫസ്റ്റ് സെൽ വാൾ ഉണ്ട്, അതിനുശേഷം സെൽ മെംബ്രെയിൻ ഉണ്ട് അകത്ത്. അപ്പോൾ ഈ സെൽ മെംബ്രെയിൻ ഒന്നുകിൽ ബ്രേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ഉള്ളിലുള്ള എന്തെങ്കിലും കെമിക്കൽ മെറ്റാബോളിസം ഡിസ്ട്രപ്റ്റ് ചെയ്യാം, അതിനെ എന്ത് ചെയ്യാം, ഡിസ്റ്റർബ് ചെയ്യാം. ഇങ്ങനെ 3 രീതിയിലായിരിക്കും ആന്റിബയോട്ടിക്സ് പ്രവർത്തിക്കുന്നത്. ഒന്നുകിൽ സെൽ വാൾ ഫോം ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യുക, അല്ലെങ്കിൽ സെൽ മെംബ്രെയിനിനെ എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക. ഇതൊന്നും അല്ലെങ്കിൽ എന്താ, കെമിക്കൽ പ്രോസസ്, വേരിയസ് മെറ്റാബോളിസം എന്ത് ചെയ്യും, ഡിസ്ട്രപ്റ്റ് ചെയ്യും. ഇങ്ങനെ 3 മെക്കാനിസം വഴിയാണ് ആന്റിബയോട്ടിക് വർക്ക് ചെയ്യുന്നത്. ഈ ആന്റിബയോട്ടിക്സ് വൈറൽ ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എന്താണ്, ഇല്ല. ആന്റിബയോട്ടിക്സ് എന്താണ്, ബാക്ടീരിയയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. വൈറൽ ഇൻഫെക്ഷൻ ആണ് എങ്കിൽ ആന്റിബയോട്ടിക്സ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. ബാക്ടീരിയസിൽ എനർജി ഒപ്റ്റൈനിങ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെയാണ് ഇത് എനർജി അക്വയർ ചെയ്യുന്നത്. ഒന്ന് ഹെറ്ററോട്രോപ്സ്, 2 ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ആൻഡ് കീമോ ഓട്ടോട്രോപ്സ്. ഇങ്ങനെ 3 ആയിട്ടാണ് നമുക്ക് ബാക്ടീരിയനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇത് ഈ കാണുന്ന ആന്ത്രാക്സ് ബാക്ടീരിയ ആണ്, വിച്ച് ഇസ് ബാസിലസ് ആന്ത്രാസിസ്. ഇതൊരു ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. ഇതൊരു ഫാക്കൽറ്റേറ്റീവ് അനേറോബിക് ആണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അനേറോബിക് നമ്മൾ പറഞ്ഞെന്തായിരുന്നു, ഓക്സിജന്റെ പ്രസൻസ് ഇല്ലെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയ ആണ് നമ്മൾ അനേറോബിക് എന്ന് പറയുന്നത്. അപ്പൊ ഫാക്കൽറ്റേറ്റീവ് അനേറോബിക് എന്ന് വെച്ചാല് അതായത് അവർക്ക് എയറോബിക് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, സർവൈവ് ചെയ്യാം. പക്ഷേ ചില സാഹചര്യം വരുമ്പോൾ, ഇപ്പം അനേറോബിക് ആണ് അവരുടെ സാഹചര്യം എങ്കിൽ എന്ത് ചെയ്യും, അവർ അങ്ങോട്ട് ചാടും. അവർക്ക് അനേറോബിക് ആവുന്ന സാഹചര്യം വന്നാൽ അവരെന്ത് ചെയ്യും, അനേറോബിക് ആവും. അപ്പൊ അവര് ശരിക്കും എയറോബിക് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. അതേസമയം ഒരു സാധ്യത വന്നാൽ അവരെന്ത് ചെയ്യും, അനേറോബിക് ആയിട്ട് ആക്ട് ചെയ്യും. ഇങ്ങനെയുള്ള ബാക്ടീരിയാസിനെയാണ് ഫാക്കൽറ്റേറ്റീവ് അനേറോബിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു എക്സ്ട്രാ നോളജ് പോലെ ആഡ് ചെയ്താണ്. ആന്ത്രാക്സ് ബാക്ടീരിയ ആണ്, ബാസിലസ് ആന്ത്രാസിസ്. അപ്പോൾ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ എനർജി ഒപ്റ്റൈനിങ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ എനർജി അക്വയർ ചെയ്യുന്നത് വെച്ചിട്ട് 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഹെറ്ററോട്രോപ്സ് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഹെറ്ററോട്രോപ്സ് വീണ്ടും നമ്മൾ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഡീകമ്പോസേഴ്സ്. അവിടെ ഡീകമ്പോസിഷൻ ആണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷനിലെ. അത് ഓർഗാനിക് മെറ്റീരിയൽ ഫീഡ് ചെയ്യുക, അല്ലെ ഏതെങ്കിലും ഓർഗാനിക് മെറ്റീരിയലിനെ റീസൈക്കിൾ ചെയ്യുക, അതിനെ ഫീഡ് ചെയ്തുകൊണ്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഡീകമ്പോസേഴ്സ് ആയിട്ടുള്ളത് ഉണ്ട്. അതേപോലെ പാത്തജൻസ് എന്താണെന്ന്, ഈ പാരസൈറ്റിക് ഡിസീസ് കോസിങ് ബാക്ടീരിയ, ഇത് രണ്ടുമാണ് എന്താ പാത്തജൻസിൽ വരുന്നത്. അവര് വേരിയസ് ടോക്സിൻസ് ഒക്കെ സെക്രീറ്റ് ചെയ്യും, എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫെക്ഷൻ കൊടുക്കുന്നത്. നെക്സ്റ്റ് അതർ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ഉണ്ട് ഹെറ്ററോട്രോപ്സിൽ. നൈട്രജൻ ഫിക്സിംഗ്,
വളരെ ഇമ്പോർട്ടന്റ് ആണ്. നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയക്ക് എക്സാമ്പിൾ ചിലപ്പോൾ ചോദിക്കാം അല്ലെ. ഇപ്പൊ റൈസോബിയം ഈസ് എ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. റൈസോബിയം പോലെ റൈസോബിയം മാത്രമല്ല മറ്റ് ബാക്ടീരിയാസ് ഉണ്ട് നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള അസോസ്പൈറിലം, അസറ്റോബാക്ടർ, ഇതൊക്കെ നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ്. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് റൂട്ട് നോഡ്യൂൾസ് ഓഫ് പ്ലാന്റ്സ്, വേരിയസ് പൾസസ് അല്ലെങ്കിൽ സോയാബീൻസ്, പീനട്സ് ഇങ്ങനെയുള്ള പൾസസിന്റെ റൂട്ട് നോഡ്യൂൾസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബാക്ടീരിയ ആണ് ഈ റൈസോബിയം, വിച്ച് ഇസ് എ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. അപ്പൊ ഇവരുടെ ഫംഗ്ഷൻ എന്താണ്? അറ്റ്മോസ്ഫിയറിലുള്ള N2 എന്നുള്ള നൈട്രജൻ, ഗ്യാസ് ഫോം ഓഫ് നൈട്രജനെ സോയിലിലെ പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഫോമായിട്ടുള്ള നൈട്രേറ്റ്സ്, അമോണിയ ഇങ്ങനെയുള്ള കോമ്പൗണ്ട് ആക്കി അതിനെ കൺവേർട്ട് ചെയ്തിട്ട് മാറ്റും. ആ ഫോമിനെ N2 എന്നുള്ള ഫോം ആവുമ്പോൾ ഡയറക്ട്ലി പ്ലാന്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റില്ല. അതേസമയം N2വിനെ ഫിക്സ് ചെയ്തിട്ട് ഈ N2 ഫിക്സിംഗ് ബാക്ടീരിയ അല്ലെങ്കിൽ റൈസോബിയം ചെയ്യുന്ന എന്താണ്, N2വിനെ കൺവേർട്ട് ചെയ്തിട്ട് അമോണിയ അല്ലെങ്കിൽ വേരിയസ് നൈട്രൈറ്റ് ആൻഡ് നൈട്രേറ്റ് ഫോമിലേക്ക് മാറ്റും. ഈ ഫോം ആവുമ്പോൾ പ്ലാന്റ്സിന് വേഗം അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നൈട്രജൻ ഫിക്സേഷൻ റൈസോബിയം ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത് നമ്മൾ ഡീകമ്പോസേഴ്സ് പറഞ്ഞില്ലേ. ഡീകമ്പോസേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള എന്താണ്, ഡീകമ്പോസിംഗ് അതായത് ഫീഡ് ഓൺ ഓർഗാനിക് മെറ്റീരിയൽ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പം അവര് വേരിയസ് കെമിക്കൽ എലമെന്റ്സിനെ ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഒന്നുകിൽ ലിവിങ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഡെഡ്, ലിവിങ് ആയിട്ടുള്ളതോ ഡെഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ ഒക്കെ കെമിക്കൽ എലമെന്റ്സ് ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ടാണ് ഡീകമ്പോസേഴ്സ് വർക്ക് ചെയ്യുന്നത്. ചില ഡീകമ്പോസേഴ്സിനെ ഒക്കെ നമ്മുടെ ഹ്യൂമൻസിന്റെ ആനിമൽസിന്റെ ഒക്കെ ഇൻഡസ്ട്രിയിലെ കുടലിലൊക്കെ എന്ത് ചെയ്യാം നമുക്ക് കാണാനായിട്ട് പറ്റും ഡീകമ്പോസിംഗ് ബാക്ടീരിയാസിനെ. റൈസോബിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, വിച്ച് കൺവേർട്ട് നൈട്രജൻ ഗ്യാസ് ഇൻടു അതർ സബ്സ്റ്റൻസ് ദാറ്റ് ഹെൽപ്സ് പ്ലാന്റ്സ് ഗ്രോ. അത് ഓർത്തേക്കുക. പാത്തജൻസിന്റെ ഗ്രൂപ്പിൽ വരുമ്പോൾ സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റാഫിലോകോക്കസ് ഇതൊക്കെ എന്താണ്, പാത്തജൻസ് ആണ്, ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ്. ഓക്കെ, വേരിയസ് ഡിസീസസിന്റെ പിക്ചർ ആണ് കാണുന്നത്. ഫാസിറ്റസ് ഇതൊക്കെ എന്താണ്, സ്ട്രെപ്റ്റ്, ത്രോട്ട് ഇതൊക്കെ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഡിസീസസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് ഉണ്ട്. എക്സാമ്പിൾ റൈസോബിയം, അസോസ്പൈറിലം, അസറ്റോബാക്ടർ എക്സെട്ര. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞ എന്താ, നൈട്രജൻ ഫിക്സിങ് ചെയ്തിട്ട് പ്ലാന്റ്സിന് അബ്സോർബബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ജനറൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സേഷന്റെ ഒരു ജനറൽ എന്താണ് ക്യാരക്ടർ അല്ലെങ്കിൽ സ്ട്രക്ചർ. ഇങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ എന്ത് ചെയ്യും, ഫസ്റ്റ് ഫിക്സ് ചെയ്തിട്ട് സോയിലിൽ എന്ത് ചെയ്യും, ഇത് നൈട്രേറ്റ് ഫോമിൽ പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യുന്ന രീതിയിലാക്കും. വീണ്ടും ഇത് റിലീസ് ചെയ്തിട്ട് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ആയിട്ട് പോകും. അല്ലാന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. ഇങ്ങനെയാണ് നൈട്രജൻ സൈക്കിൾ. അത് ജസ്റ്റ് എന്ത് ചെയ്താൽ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ കൺവേർട്ട് ചെയ്തിട്ട് പ്ലാന്റ് അബ്സോർബ് ഫോമിലാക്കുന്ന ഒരു ബാക്ടീരിയസിനാണ് നമ്മൾ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിങ്ങൾ ജനറൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. കാര്യം ഇൻട്രൊഡക്ഷന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. നെക്സ്റ്റ് സയാനോ ബാക്ടീരിയ പോലെയുള്ള ബാക്ടീരിയാസ് ഒക്കെ ഫോട്ടോസിന്തറ്റിക് ആണ്. നമ്മൾ പറഞ്ഞു ക്ലോറോഫിലെയും ഫൈക്കോബിലിൻസും ഉള്ള ബാക്ടീരിയാസിനെയാണ് നമ്മൾ സയാനോ ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇവരെ എന്താണ്, ഓട്ടോട്രോഫ്സ് ആണ്. അവർക്ക് സ്വന്തമായിട്ട് സൂര്യനിൽ നിന്നും എനർജി എടുത്തിട്ട് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അവർക്ക് ക്ലോറോഫിൽ ഉണ്ട്, ക്ലോറോഫില്ലും അതേപോലെ ആക്സസറി പിഗ്മെന്റ്സ് ആയിട്ടുള്ള ഫൈക്കോബിലിൻസും ഉണ്ട്. അപ്പം ഇതിനെ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയുടെ ഗ്രൂപ്പിലാണ് നമ്മൾ സയനോ ബാക്ടീരിയ പറയുന്നത്. നെക്സ്റ്റ് കീമോ ഓട്ടോട്രോപ്സ്. കീമോ ഓട്ടോട്രോപ്സിൽ വരുന്നതാണ് നൈട്രോബാക്ടർ, നൈട്രോസോമോണാസ്. അപ്പൊ ഈ എക്സാമ്പിൾസ് ഏതിന്റെ അണ്ടറിൽ ഏത് വരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പോൾ കീമോ ഓട്ടോട്രോപ്സ് എന്താ ചെയ്യുന്നത്, അവർക്ക് എനർജി കിട്ടുന്നത് ബൈ റിമൂവിങ് ഇലക്ട്രോൺസ് ഇനോർഗാനിക് മോളിക്യൂൾസ് നിന്ന്, അതായത് അമോണിയ, മീഥെയിൻ പോലുള്ള ഇനോർഗാനിക് മോളിക്യൂൾസ് നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്തിട്ട് എനർജി എടുക്കുക. ഇതാണ് കീമോ ഓട്ടോട്രോപ്സ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് നൈട്രോബാക്ടർ, നൈട്രോസോമോണാസ്. അപ്പോൾ ഈ ബാക്ടീരിയാസ് സോയിലായിരിക്കും കാണുന്നത്. അപ്പം ഇവര് നൈട്രിഫിക്കേഷൻ പ്രോസസ്സിൽ വളരെയധികം പങ്കുവഹിക്കുന്ന ഒരു വിഭാഗമാണ് എന്ത്, ഈ കീമോ ഓട്ടോട്രോഫിക് ബാക്ടീരിയ. ദേ ടേൺ അമോണിയ ടു നൈട്രേറ്റ്സ്. ഈ നൈട്രേറ്റ്സും എന്ത് ചെയ്യാം, പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമാണ് നൈട്രേറ്റ്. അപ്പൊ അതും നൈട്രജൻ സൈക്കിളിൽ ഒരു പാർട്ടാണ് എന്ന് പറയും നൈട്രോബാക്ടർ ആൻഡ് നൈട്രോസോമോണാസ്. പക്ഷെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് നൈട്രോബാക്ടർ ആൻഡ് നൈട്രോസോമോണാസ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്, കീമോ ഓട്ടോട്രോപിക് ബാക്ടീരിയാസിൽ വരുന്നതാണ് നൈട്രോബാക്ടറും നൈട്രോസോമോണാസും.
പിന്നെ കുറച്ച് ഗുഡ് ബാക്ടീരിയാസ് ഒക്കെ ഉണ്ട്. ലാക്ടിക് ആസിഡ് ബാക്ടീരിയ, വേസ്റ്റ് വാട്ടർ ബാക്ടീരിയ. ലാക്ടിക് ആസിഡ് ബാക്ടീരിയ എന്താണെന്ന് നമുക്കറിയാം. മിൽക്കിനെ യോഗേർട്ടും ചീസും ഒക്കെ കൺവേർട്ട് ആക്കുന്ന സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്നത് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ആണ്. അതേപോലെ വേസ്റ്റ് വാട്ടർ ബാക്ടീരിയ നമ്മൾ സീവേജിന്റെ ഒക്കെ ട്രീറ്റ്മെന്റിന്റെ സമയത്ത് പറയുന്നതാണ്. അവിടെ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് സീവേജ് ട്രീറ്റ്മെന്റിൽ നമുക്ക് കുറച്ച് അനേറോബിക് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ വേണം. അതിനെയാണ് നമ്മൾ വേസ്റ്റ് വാട്ടർ ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള നമുക്ക് ഹ്യൂമൻസിന് ബെനിഫിഷ്യൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ബാക്ടീരിയാസിനാണ് നമ്മൾ ഗുഡ് ബാക്ടീരിയ ആയിട്ട് പറയുന്നത്. LAB, അതേപോലെ വേസ്റ്റ് വാട്ടർ ബാക്ടീരിയാസ് ഒക്കെ. ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതാ വിജയചരിത്രം ആവർത്തിക്കുവാനായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം ഫുൾ സിലബസ് ബേസ്ഡ് മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ ഒരു ഫുൾ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.